ചൂടായ ശേഷം സ്പൈസസ് ആയ ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് കീറിയത്. പച്ചമുളകിന് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ്. പച്ചമണം പോയ ശേഷം 1/2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ചിക്കൻ 6-7 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ വൈറ്റ് കളർ ആയി വരും. ആ സമയത്ത് 1 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. പതിനഞ്ച് മിനിറ്റായി. ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടുന്നതിനായി 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതി പുഴുങ്ങിയതും വെള്ളത്തിലിട്ട് വെച്ച 8 കശുവണ്ടി മിക്സിയിൽ അരച്ചതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അര ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ച ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. മാത്രം വെച്ച 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 6 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മക്കളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ പൂവപ്പവും ചിക്കൻ സ്റ്റൂവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യണേ. താങ്ക് യു.